ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. Newbie123 നമ്മൾ കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. നാം ഇതിന് മുമ്പ് ബസ് സിമുലേറ്റർ ഇന്ത്യ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ഇത് കളിക്കാൻ പോകുന്നത് ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഇതിന് മാപ്പൊന്നും ഡൗൺലോഡെല്ലാം ആക്കിയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിന്നൊരു ടൂറിൻ്റെ ട്രിപ്പ് ചെയ്യാൻ പോകും. നമ്മൾ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. കരിയർ മോഡിൽ നമ്മൾ കുറേ ചെയ്തിന്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൂറിൻ്റെ ട്രിപ്പാണ്, ടൂർ ട്രിപ്പ്. പക്ഷെ ഞാൻ മോഡൊന്നും കയറ്റിയിട്ടില്ല ഗൈസ്. ഇപ്രാവശ്യം അതിലത്തുള്ള ഇന്തോനേഷ്യൻ്റെ സാധാ ബസ്സിലാണ് നമ്മൾ നടക്കുന്നത്. മോഡ് കയറ്റാൻ ഞാൻ മറന്നുപോയി ഗൈസ്. നമുക്കത് എപ്പോഴെങ്കിലും അടുത്ത പ്രാവശ്യം നമുക്ക് മോഡ് എല്ലാം കയറ്റിയിട്ട് നമുക്ക് ഏത് ബസ്സിൻ്റെ മോഡ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ ബസ്സിൻ്റെ മോഡ് കയറ്റിയിട്ട് നമുക്ക് ഇന്തോനേഷ്യയിൽ ടൂർ എടുക്കാൻ പോകാം. ടൂർ ഇന്ന് നമ്മൊരു ഫാമിലീൻ്റെ ട്രിപ്പ് എടുക്കാൻ പോകുന്നു ഗൈസ്. ഫാമിലീൻ്റെ അത് നമുക്ക് എടുക്കാൻ പോകണം. അതുകൊണ്ട് നമ്മളിപ്പം തന്നെ ലേറ്റ് ആയിനി. അതുകൊണ്ടാണ് സ്പീഡിൽ വിടുന്നത്. നമ്മൾ ട്രാഫിക് സിഗ്നലൊന്നും നോക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ മുതലാളിൻ്റെ പേര് എന്താണ് ചാച്ചു, അങ്ങനെ എന്താ പേര്, ഇന്തോനേഷ്യക്കാരല്ലേ, അങ്ങനെ എന്തെല്ലോ പേരിട്ടിട്ട് വരും ആടെ മെനക്കെടുത്താൽ. ഗൈസ്, നല്ല വ്യൂ ഉള്ള സ്ഥലമാണെന്ന് അയാൾ പറഞ്ഞത്. നല്ല വ്യൂ എല്ലാം ഉള്ള സ്ഥലമാണ് പോലും. നമുക്ക് നോക്കിയിട്ട് പറയാം നല്ല വ്യൂ ഉണ്ടോ ഇല്ലയോ. ഗൈസ്, നമ്മൾ സ്പീഡ് എടുത്ത് പോയെന്ന്. പക്ഷേ സ്ഥലം അവസാനിക്കാൻ മാപ്പിൽ കാണുന്നില്ല ഗൈസ്. വേറെ വീട് എവിടെ ഉള്ളത്? വേറെ വീട് ഗൈസ്. നമ്മൾ ഓവർടേക്കെല്ലാം ചെയ്ത് നമ്മളിങ്ങനെ പറപ്പിച്ച് വിടലല്ലേ, പറപ്പിച്ചങ്ങ് വിട്ടോളാം. ഇപ്പോൾ പോയി അടിക്കണ്ടേ നട. എൻ്റെ ഓറ ഇപ്പോൾ വയത്ത് ഫുള്ളും ഇപ്പോൾ കേൾക്കണ്ടേ. എന്ത് വയത്തിന് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ട്. ഈ വണ്ടിക്ക് ഇപ്പോൾ പോയി അടിക്കണ്ടേ. വയത്തിന് അയാളൊന്നും വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിനി അയാളെ ചുൻചാങ്ങിൻ്റെ വീട്ടിൽ പോവാം. ചുൻചാങ് എന്തോ പേര് ഗൈസ്. ഇപ്പം അടിച്ചെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, അടിച്ചിട്ടില്ല. കറക്റ്റ് സമയം ബ്രേക്ക് പിടിച്ച്. ഈ വണ്ടിക്ക് കുറച്ച് ബ്രേക്ക് കുറവാണ് ഗൈസ്. വണ്ടിക്ക് കുറച്ച് ബ്രേക്ക് കുറവാന്ന് തോന്നുന്നു. ബ്രേക്ക് കിട്ടുന്നില്ല ഗൈസ്. അവസാനം ഫാമിലീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ ഗേറ്റിലോട്ട് കയറാം, ഇപ്പുറത്തെ ഗേറ്റിലോട്ട് കയറണ്ട. ഈ ഗേറ്റിലോട്ട് കയറാം. ഫാമിലി നമുക്ക് ഉള്ളിൽ കയറ്റണം ഗൈസ്. നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ വളവിൽ നിസ്സാരാണ് ഗൈസ്. നമുക്കിനി ആൾക്കാർ കയറി സമയം ഇല്ലെങ്കിൽ തന്നെ ലേറ്റായി. ഞാൻ ബസ്സിൻ്റെ കച്ചറൊന്നും നോക്കണ്ട ഗൈസ്. അത് ഞാൻ ഈ വലിയ കഥയാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു ടൂറിൻ്റെ ഒരു ട്രിപ്പ് എടുത്ത് ആളാടെ എത്തിച്ച് എന്തൊരു സ്കൂളിൽ ട്രിപ്പാണ് ഗൈസ്. അത് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഗ്ലിച്ചടിച്ചിട്ട് ഒരേ കറങ്ങില്ല. ആ മാപ്പ് ഫുള്ള് ഞാൻ കറങ്ങിനി. കറങ്ങാത്ത സ്ഥലം ഉണ്ടോയെന്ന് വെച്ചില്ല. മാപ്പ് ഫുള്ള് കറങ്ങി എന്നുവെച്ചാൽ ലൂപ്പിൽ വിട്ട പോലെ തുടങ്ങുന്നു. ആടെ തന്നെ വീണ്ടും തിരിച്ചെത്തുന്നു. മാപ്പ് നോക്കി വണ്ടി ഓടിച്ച് എന്താ അവസ്ഥ. എനിക്കത് ഈ കച്ചറില്ലായി. പിന്നെ ഞാൻ വണ്ടിയിൽ ശരിയാക്കി അവിടെ വെച്ചതാണ്. വേറെ പൊട്ടത്തരങ്ങൾ ചെയ്യും. ഗെയിം ചിലപ്പോൾ ഗ്ലിച്ചെല്ലാം അടിക്കും ഗൈസ്. പ്രാവശ്യം അടിക്കാണ്ട് നിന്നാൽ മതി. അത്രയും പറയാം. നമുക്കതിന് ഈ ഫാമിലി ട്രിപ്പെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് കിട്ടിയാൽ മതി ഗൈസ്. നമ്മൾ ഫാമിലീനെ കൂട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇന്തോനേഷ്യത്തെ വയനാട്ടിൽ പോകാനാണ് പറഞ്ഞത്. നമുക്കറിയില്ല ഇന്തോനേഷ്യത്തെ വയനാട് എവിടെയാണ് ഗൈസ്. നിങ്ങൾക്കറിയോ ഇന്തോനേഷ്യയിലെ വയനാട്? ഗൈസ് ഇപ്പോൾ ബ്ലോക്കിൽ പെട്ടിരിക്കുന്നു ഗൈസ്. അല്ല, ഇപ്പോൾ ട്രാഫിക് സിഗ്നൽ മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇവർ പറഞ്ഞ ഇന്തോനേഷ്യയിൽ ഇപ്പോൾ ഒരു പുതിയ വയനാട് ഇറങ്ങിയിട്ടുണ്ടോ? ആടെ പോലെ ഇപ്പോൾ എല്ലാവരും പോകുന്നു. നമുക്ക് ആടെ പോകണം പോലും. നമുക്ക് നോക്കാം ഇന്തോനേഷ്യത്തെ വയനാട് എങ്ങനെയാണ്, കേരളത്തിലുള്ള പോലെ തന്നെയാണോ നോക്കാം ഗൈസ്. ഈ വലിയ നമുക്ക് ഇവരെല്ലാം എടുത്ത് അങ്ങ് അടിച്ച് പുറത്തിടാം. വലിയ ഇന്തോനേഷ്യത്തെ വയനാട് എന്നല്ല പറഞ്ഞത്. പോയി നോക്കണമല്ല ഗൈസ്.
കുറച്ച് ദൂരമുണ്ട് എന്നാ പറഞ്ഞത്. നമുക്ക് ദൂരം ഉണ്ടോ എന്ന് നോക്കാം. കുറച്ച് ദൂരെല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ അണക്കിവിടെ മലയും ഒന്നും കാണില്ല. ഫുള്ള് സൈഡിൽ ഫുള്ള് വീട്, കുഞ്ഞു കുഞ്ഞു വീടിയാ. ഇതാണ് ഇവരുടെ വയനാട്. ഇതെല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയല്ലേ. വയനാട് എന്ന് വെച്ചാൽ കുറച്ച് പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. കുറേ മല അങ്ങനെയെല്ലാം ആകേണ്ടത്. ഇത് വല്ല ഇന്ത്യാദേശത്തെ വയനാട് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു തേങ്ങയും ഇല്ല. വല്ല എന്തെല്ലോ തള്ളി മറിക്കുന്നു. പിന്നെ ഫാമിലീസായിപ്പോയി. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പിള്ളേറായിട്ടാണ് ഞങ്ങൾ അടിച്ചിട്ടുണ്ടാവും. അടിച്ചിട്ട് ഞങ്ങൾ പുറത്തിട്ടിട്ടുണ്ടാവും. പക്ഷെ ചെറിയ മക്കളെല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടിയൊക്കെ പിന്നെ ഇയാളെ പിന്നെ ഈ മുതലാളി ഭയങ്കര തള്ളനാന്ന് തോന്നുന്നു ഗൈസ്. എന്തെല്ലോ തള്ളി മറിക്കുന്നുണ്ട്. ബസ്സിന് അലങ്കാരമില്ലല്ലോ. ചെറിയ പൈസയും തന്നെ. ഇനി ഇയാൾക്ക് വല്ല മംഗലാവസ്ഥ എടുത്ത് കൊടുക്കണേക്കും. എന്തെല്ലോ ഇളക്കീനി. ഞാൻ പിന്നെ അതൊന്നും കാണിക്കാത്തതാണ്. എന്തെല്ലോ ഇളക്കീനി ചങ്ങായി. നമുക്കെന്താ ചെയ്യാൻ കഴിയും? നമ്മ ഈ ബസ് എടുത്തിട്ടേ പോകും. അത് ചെയ്യാൻ പറഞ്ഞില്ല ഗൈസ്. മോഡ് കയറ്റാൻ പറഞ്ഞു. എല്ലാം മോഡിലും കയറ്റിട്ട് ഗെയിമിൽ കളിക്കും. മോഡ് കയറ്റാൻ പറഞ്ഞു. അതാണ് അവിടെ ചെടിയെല്ലാം പേരണ്ടിട്ട് ഞാൻ നടന്ന് പറഞ്ഞിരിക്കാതെ ഒരു സ്കൂളിൽ ട്രിപ്പ് എടുക്കാൻ പോയതാണ്. പണി കിട്ടി. അവ ഈ ബസ് തന്നെ എടുത്തിട്ട് പോയേ. ബട്ടേറ്റി ഫുൾ ചളിയും പറഞ്ഞിട്ട് അവ ഫുള്ള് മഴൻ്റെ സമയത്ത് ജൂൺ മാസമാണ് പോയത്. ജൂൺ മാസം പൈസ എന്താ അവസ്ഥയെന്ന് നോക്കിയേ. ജൂൺ മാസം പോയിട്ട് ആകെ പണിയും മേടിച്ചിട്ട് പാസിൽ ഫുൾ കച്ചറിയായി. പിന്നെ ഞങ്ങൾക്ക് പിന്നെ വൃത്തിയാക്കുന്ന സ്ഥലം കിട്ടിയിട്ടില്ല. ഗെയിം ലോഡിങ് ആകെ. ലോഡിങ്ങിന് കഴിയട്ടെ. മാപ്പ് മാറിയ ഗൈസ്. ഇപ്പോൾ ഒരു വയനാട്ടിലൊരു ലുക്കെല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ചെറിയൊരു വയനാട്ടിൽ ലുക്കെല്ലാം കിട്ടുന്നുണ്ട്. ഇന്തോനേഷ്യൻ്റെ വയനാടുണ്ട് ഗൈസ്. ഇന്തോനേഷ്യയിൽ വയനാടുണ്ട്. ചെറിയൊരു വയനാട്ടിൻ്റെ ലുക്കെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ചുരം കയറിയെന്ന് തോന്നുന്നു. ചെറിയ ചുരം. വയനാട്ടിലെ പോലെ വലിയ ചുരമൊന്നുമല്ല. ഒരു ചെറിയൊരു മല കയറുന്നു. അത്രയും പറയാൻ കഴിയും. ചെറുത് എന്നുവെച്ചാൽ വളരെ ചെറിയ മല. ചിലപ്പം ഏതെങ്കിലും വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നുണ്ടാകാം. വല്ല ഫാമിലിയെ പറ്റിക്കാനാകുമ്പോൾ അറിയില്ല. വല്ല വയനാട് തന്നെ പറ്റില്ല. പറ്റിക്കാനാകില്ല. ചെറിയ മലേൻ്റെ മുന്നിൽ എത്തിച്ചിട്ട് അറിയില്ല തന്നെ വയനാട്. അങ്ങനെ പറയുന്നത് ഇയാളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നു ഗൈസ്. ചെറിയൊരു ചുരം കയറാൻ തുടങ്ങി. ചെറുതാണ്, വളരെ ചെറുത് ഗൈസ്. ഇവിടെ വണ്ടി കുടുങ്ങി. അടുത്ത് വണ്ടി അവിടെ ചെറുതായിട്ട് സ്റ്റക്കായിപ്പോയി ഗൈസ്. വണ്ടിക്ക് ഇവിടുന്ന് ഭയങ്കര സ്പീഡ് എടുക്കാൻ കഴിഞ്ഞില്ല. ഫുള്ള് ചുരയുണ്ട്. എന്ത് മറ്റേ പാമ്പ് പോലെ റോഡുള്ള. കുറച്ച് ദൂരം നേരെ പോയി വീണ്ടും വളം. ഒരു സ്ട്രൈറ്റ് റോഡ് കിട്ടുന്നില്ല. സ്ട്രൈറ്റ് റോഡ് കിട്ടാത്തത് നമ്മളെ കുഴപ്പമില്ലാലും ഗൈസ്. പിന്നെ ഇവിടെ രാത്രിയിലെല്ലാം ഭയങ്കര വൈബ് രാത്രിയാണെങ്കിൽ ഗൈസ്. നേരത്തെ ഇങ്ങനെ ഒരു ബസ് വന്നിട്ടില്ല. നമ്മളിപ്പോൾ അടിക്കാൻ പോയ നേരത്തെ ഗൈസ്. അതേപോലെ ഇപ്പോൾ ഒരു ലോറി അടിക്കാൻ പോയി. നേരത്തെ ബസ്സാണെങ്കിൽ ഇപ്പോൾ ലോറി ചെയ്യാൻ. ഇന്തോനേഷ്യക്കാർക്കും ശ്രദ്ധയില്ല ഗൈസ്. ഇന്തോനേഷ്യക്കാർക്കൊന്നും ശ്രദ്ധയില്ല. അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. ഈ ഗെയിമത്തുള്ള ആളെ പറഞ്ഞു. ശരിക്കും ഇന്തോനേഷ്യക്കാർ നല്ല ശ്രദ്ധയുള്ള ആളാണ്. ഗെയിമത്തുള്ള ആളെയാണ് ഗൈസ് പറഞ്ഞത്. ശരിക്കുള്ള ആളല്ലേ, ഗെയിമത്തുള്ള ആളെ പറഞ്ഞത് ഗൈസ്. ചുരം കയറുന്നുണ്ട്. പക്ഷേ സ്ഥലത്താനായി തോന്നും ഗൈസ്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് തോന്നും. സ്ഥലത്താനായി തോന്നും. സ്ഥലത്താനായോ? റോഡിൽ തീർന്ന്. അപ്പോൾ സ്ഥലത്താനായിരിക്കണമല്ലോ. ആ ഗൈസ് ഇവിടെ എത്തി. ഇതാ വില പറഞ്ഞ ഇന്തോനേഷ്യത്തെ വയനാട് എന്നല്ലോ. ഇന്തോനേഷ്യത്തെ വയനാട് വിചാരിച്ച് വില സെറ്റപ്പ് ആയിരിക്കുമോ ഗൈസ്. ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട് ഗൈസ്. ചില ആളെങ്കിലും കുഞ്ഞിലുണ്ട് ഗൈസ്. തട്ടിയിട്ട് കൊണ്ടുപോകുന്നു. പിള്ളേരെല്ലാം ഉണ്ട്. അവിടെ ഞാൻ ചവിട്ടിപ്പുറത്താക്കാത്ത നേരത്തെ. അല്ലെങ്കിൽ പറയാൻ ചവിട്ടിപ്പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. കണ്ട ഗൈസ്. കുഞ്ഞിനെല്ലാം കണ്ട. കുഞ്ഞിനെ കണ്ട. ഓറ് മറ്റേ ബാഗിട്ട പോലെയാണ് കുഞ്ഞിനെ ഇട്ടിട്ട് പോകുന്നു ഗൈസ്.
പിന്നെ ഇവിടെ ഒരു ചങ്ങായി ഉണ്ട് കുഞ്ഞിനെ തട്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനെ കാണിച്ചു തരാം കണ്ട കുഞ്ഞിനെ തട്ടിയിട്ടാണ് നിൽക്കുന്നു. കുഞ്ഞിൻ്റെ ചങ്ങായിനെ എന്താക്കുന്നത് നോക്കട്ടെ. ഈ ചങ്ങായി തോന്നും ഈ ചങ്ങായി ഗൈസ് മുതലാളി. ചങ്ങായി തോന്നും മുതലാളി. ചങ്ങായി തന്നെ ചെക്കനെ പോലും തിരിഞ്ഞി. ഇന്നെ കൊണ്ടൊരു ഉപകാരമില്ല. ചെക്കനതാ മൊത്തിക്കടിക്കുന്നു. ചെക്കന് പോലും തിരിഞ്ഞി. കണ്ട ഗൈസ് ഇതാ മൊത്തിക്കടിക്കുന്നുണ്ടാ. ഈ ചങ്ങായി തലനെ കൊണ്ട് ആട്ടുന്നു. ചെക്കന് പോലും തിരിഞ്ഞി. എനിക്ക് വേറെ പണിക്ക് വയ്ക്കൂടെ പിള്ളേരെ പറ്റിക്കാണ്ടിങ്ങനെ. ചെക്കന് പോലും തിരിഞ്ഞിട്ടാ ഗൈസ്. കണ്ട നമ്മുടെ ബസ്സിൽ ഫുൾ കച്ചറായി ഗൈസ്. ഫുൾ കച്ചറായി. നമുക്ക് കുറച്ച് പോയിട്ട് വൃത്തിയാക്കാം. ബസ് പോയിട്ട് കുറച്ച് വൃത്തിയാക്കട്ടെ ഗൈസ്. വൃത്തിയാകുന്നില്ല ഗൈസ്. ഇത് വലിയ ഇത് വേണോ പവർ അല്ല വാട്ടറില്ല എന്താണ് ഹൈ പ്രഷർ വാട്ടർ സാധനം വേണം ഗൈസ്. അപ്പുറത്തെല്ലാം വലിയ മല വെച്ചിട്ടാണ് ഇവൻ ചെറിയൊരു മല എടുത്തിന് സെലക്ട് ചെയ്ത്. അപ്പുറത്തെല്ലാം എത്ര വലിയ മലയെന്ന് അത് എനിക്ക് സെലക്ട് ചെയ്തത് ഗൈസ്. ഇവിടെയെല്ലാം ആൾക്കാരുണ്ട്. എന്താ ഇരട്ടക്കുട്ടികളാ? 3 ഇരട്ടക്കുട്ടികളാ. ഇതേപോലത്തെ ഒന്നും ഇല്ലല്ലോ മാടക്കണ്ടേ. ഈ ചെക്കൻ മൊത്തിക്കടിച്ച് നമ്മൾ പറഞ്ഞ ഇത് ഇവനാണെങ്കിൽ എന്നെ തടിക്കുന്നു ഗൈസ്. നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട്. 3 എണ്ണം. ആൾക്കാരെല്ലാം കയറി വേഗം കയറി. സമയമില്ല നമുക്ക് തിരിച്ച് പോകണ്ടേന്ന്. നമുക്ക് പോകേണ്ടതും ഗൈസ്. തിരിച്ചു പോകാൻ വരട്ടെ. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്തെയോ ഇവിടെ എന്തെങ്കിലും ഡോറ് വെച്ചിരുന്നു. വെറുതെ ഇവിടെ ഡോർ വെക്കാനാ. മലൻ്റെ താഴെപ്പോണ്ട് ഡോറെല്ലാം ഉണ്ട് ഗൈസ്. പക്ഷെ അത് തുറക്കാൻ കഴിയില്ല. അടുത്ത് തന്നെ പോകാൻ കഴിയില്ല ഗൈസ്. ഇതിൻ്റെ മേലെ കയറാൻ കഴിഞ്ഞാൽ ഭയങ്കര വൈബ് ആയിരിക്കും അല്ലേ. പക്ഷെ അതിൻ്റെ മേലൊന്നും കയറാൻ കഴിയുന്നില്ല ഗൈസ്. അതിൻ്റെ മേലെല്ലാം കയറ്റി കാണാൻ എന്ത് രസമായിരിക്കും. ഭയങ്കര കിട്ടിയ സ്ഥലമായിരിക്കും. കണ്ട കിട്ടിയ സ്ഥലമാണ്. നമുക്ക് നല്ല പുകലും പോകുന്നുണ്ട ഗൈസ്. നമുക്ക് തിരിച്ച് ബസ്സിൽ പോവാം. ഞാൻ ഇപ്പം ശ്രദ്ധിച്ചേ എത്ര ആൾക്കാരെ നോക്കി സ്ഥലം നോക്കിയിട്ടില്ല ഗൈസ്. ഓൻ പറഞ്ഞ ശരിയാണ്. വയനാടിൻ്റെ അത്ര ഇല്ലെങ്കിലും വയനാട് പോലെ ഉണ്ട് ഏകദേശം. വയനാടിൻ്റെ അത്ര ഒന്നുമില്ല. ചെറിയൊരു 5-6 മലമുണ്ട്. പക്ഷെ വയനാടിൻ്റെ അത്ര ഒന്നുമില്ലേ. വയനാട് ഫുൾ മലയല്ലേ. മല പുഴ അങ്ങനെ എന്തെല്ലോ പ്രകൃതി ഭംഗിയായിട്ട് കാട് ഫുൾ ഇണങ്ങിയിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അത്ര ഒന്നുമില്ല. നമ്മളെ ബസ് ചെറുതായിട്ട് പോയി അടിച്ചിട്ടുണ്ട്. അതൊന്നും സീനില്ല. ബസ് ചെറുതായിട്ട് പോയി തട്ടലും മുട്ടലും സാധാരണയാണ്. പക്ഷെ ഇന്തോനേഷ്യയിൽ അത് അപൂർവമാണ്. കാണുന്നത് അപൂർവമാണ്. പിന്നെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ബസ് മീറ്ററിൻ്റെ ഇന്ത്യൻ്റെ ഒരു എന്താണ് മൾട്ടിപ്ലെയർ ഏതൊരു ചങ്ങായിനെപ്പോഴും കളിക്കുന്നത് മൾട്ടിപ്ലെയർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച ഈ ആഴ്ച ഉള്ളിൻ്റെ ഇറങ്ങും. ഒന്നിക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ആഴ്ച ഏതെങ്കിലും ഈ മാസം കഴിയുന്നുള്ളിൽ ആ വീഡിയോ ഇടും. ഒന്ന് നോക്കിക്കോ. ആ വീഡിയോ ഈ മാസം കഴിയുന്നുള്ളിൽ വീഡിയോ വരുന്നതാണ്. അവനിപ്പോൾ ചുരം കീഞ്ഞോണ്ടിരിക്കുന്നു ഗൈസ്. ചുരം കീയുമ്പോൾ ഫുൾ ആക്സിലേറ്റർ ചവിട്ടിയിട്ടാണ് പോകുന്നു. ഇപ്പോൾ പോയിട്ട് അടിക്കണ്ടേ വണ്ടിക്ക്. ഫുൾ ആക്സിലേറ്ററും ചവിട്ടിയിട്ടാകുമ്പോൾ പോകും ചുരം കീയുമ്പോൾ. വ്യൂ നോക്കി ആ കുന്നിയുമ്പോൾ ബസ്സിൻ്റെ വ്യൂ. ചളിപുറിൻ്റെ ബസ് പറക്കും തളിക ഇവനെ കറക്കും തളിക പറക്കും തളിക ഇപ്പോൾ പോയി അടിക്കുക. ഇവനെ കറക്കും തളിക. ഈ മാപ്പ് കഴിയാനായി തോന്നുന്നു ഗൈസ്. അങ്ങ് എൻഡ് കാണുന്നുണ്ട് മാപ്പിൻ്റെ. അങ്ങ് ദൂരത്ത് കാണുന്നുണ്ട് ഗൈസ്. പിന്നെ അടുത്ത മാപ്പ് ലോഡിങ് ആവും. കുറച്ച് നേരം കാത്തുക്കണം. അതിൽ പിരാൻസാണ്. പിന്നെ 5-6 പരസ്യം വരും ഗൈസ്. ഈ മാപ്പ് മാറുമ്പില്ലേ ഫ്ലിപ്കാർട്ടിൻ്റെ പരസ്യം വരും. എന്തെങ്കിലും ഒട്ട പരസ്യം വരും. ചിലപ്പോൾ എന്തെങ്കിലും മറ്റേ എന്താണ് ആമസോണിൻ്റെ പസിലെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറയും. അങ്ങനത്തെ ലൊട്ട പരസ്യം കണ്ട ഇപ്പോൾ ഒരു പരസ്യം കണ്ടവർ ഗൈസ്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും പരസ്യം കണ്ടിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ അങ്ങനെ എന്തെങ്കിലും പരസ്യം കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്താനായെന്ന് തോന്നുന്നു ഗൈസ്. ഇവരുടെ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇവരുടെ നാട് എത്തിയിട്ടുണ്ട്.
ഇവരുടെ നാട് എവിടെയാണെന്ന് അറിയില്ല. എന്തോ നാട്ടിലെ പേര് ജനശിക്കാറല്ലേ, എന്തോ പേരാണ്. ഇതേപോലത്തെ ബസ്സിന്റെ സ്റ്റിക്കറിൽ ഒട്ടിക്കോളുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സ്റ്റിക്കറില്ല, ഒരു തേങ്ങയില്ല, നമ്മളെ പൈസയില്ല. പൈസ എന്നൊരു സാധനമില്ല, ഇവരിൽ പൈസ നിത്യം വേണ്ടേ നമുക്ക്. ഇതാ 3400 നമുക്ക് കിട്ടും. ഇത്ര ഓടിയിട്ട് 3400 RP മാത്രമേ കിട്ടൂ. ഈ സ്പീഡിൽ പോകുമ്പോൾ ഇത്ര ദൂരം ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, പോകുമ്പോൾ കുറേ ദൂരം ഉണ്ടായിനെ, വരുമ്പോൾ സ്പീഡിലെത്തി ഗൈസ്. അതെന്താ നമുക്കറിയില്ല, പോകുമ്പോൾ കുറേ ദൂരം ഉണ്ടായി. ഇവരുടെ നാട്ടിലേക്ക് എത്താനായിട്ടുണ്ട് ഗൈസ്, എത്താനായിട്ടുണ്ട്. എത്തി ഗൈസ്, ഇത്ര പെട്ടെന്ന് എത്തിയില്ല. പോകുമ്പോൾ സ്പീഡിനെക്കാൾ ഡബിൾ സ്പീഡിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതാണ് നമ്മളെ കഴിവ് ഗൈസ്. ബസ്സിൽ നോക്കിയില്ലല്ലോ, ഓട്ടിക്ക് ബസ്സേ ഞാൻ തിരിക്കുന്ന കാണില്ലേ ഗൈസ്. നമുക്കങ്ങനെ ഇവിടെ കീക്കാം ഗൈസ്. നമുക്കതിന് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. വേറെ ഈ വീഡിയോ നിർത്തണ്ടേ. അതുവരെ എല്ലാവർക്കും ബൈ.